KL23 വ്ളോഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്ന റെസിപ്പി നമ്മുടെ വീട്ടിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന റവ ഉപയോഗിച്ചിട്ടുള്ള ഒരു റവപ്പൂരിയാണ്. ഒരു ഇൻഗ്രീഡിയൻറ്റ് മാത്രമാണ് ഞാനിവിടെ ഉപയോഗിച്ചിട്ടിരിക്കുന്നത്. അതിനു മുന്നേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ ഉപ്പെടുത്തിട്ടുണ്ട്, ഒരു 2 കപ്പ് റവ എടുത്തിട്ടുണ്ട്, 1 ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത്രയാണ് നമുക്കിതിനകത്ത് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇനി നമുക്കത് എങ്ങനെയാണ് കുഴയ്ക്കുക, ആ ഒരു മാവ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ എടുത്തു വെച്ചിരുന്ന 2 കപ്പ് റവയിലേക്ക് ശകലേശം വെള്ളം ഒഴിച്ച് ഞാനത് കുഴച്ച് കൊടുക്കുകയാണ്. കുറച്ച് വെള്ളമായിട്ട് നിങ്ങൾ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ ചപ്പാത്തിക്ക് ഭൂരിയൊക്കെ ഉണ്ടാക്കാൻ കുഴയ്ക്കുന്ന ആ ഒരു കണ്ടീഷൻ കിട്ടണം. നിങ്ങളെ ഞാൻ കാണിക്കാനുണ്ട്. ഈ ഒരു കണ്ടീഷൻ എത്തുന്നത് വരെ നമ്മൾ നന്നായിട്ട് കുഴച്ച് കൊടുക്കണം. അപ്പം ഞാനത് നന്നായിട്ട് കുഴച്ച് നല്ല സോഫ്റ്റ് ആക്കിയിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി നമുക്കിത് അടച്ചു വെച്ച് 1 മണിക്കൂറത്തേക്ക് ഇതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഇപ്പോൾ ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മളുടെ മാവ് നല്ല സോഫ്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 2-3 മിനിറ്റ് കുറച്ച് എണ്ണയൊന്ന് സ്പ്രെഡ് ചെയ്ത് 2-3 മിനിറ്റ് നമുക്കതൊന്ന് ഒന്നുകൂടെ കുഴച്ചെടുക്കണം. അപ്പം ഞാനിവിടെ കുറച്ച് എണ്ണ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 2-3 മിനിറ്റ് നമുക്കിതൊന്ന് കുഴച്ചെടുക്കണം. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മളുടെ മാവ് കുറച്ചുകൂടെ സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ 2-3 മിനിറ്റ് ഞാനത് നന്നായിട്ട് കുഴച്ച് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാം നല്ല സോഫ്റ്റ്. ഇനി നമുക്കത് ഈക്വൽ ബോൾസ് ആയിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു പിച്ചാത്തിയാണ് ഉപയോഗിക്കുന്നത്. ഇനി നമുക്ക് ആ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ മാവിനെ നല്ലൊരു ഷേപ്പിലേക്ക് മാറ്റാം. ഞാൻ ബാക്കിയുള്ള ആ ഒരു മാവ് കൂടെ ഞാനൊന്ന് നല്ലൊരു ഷേപ്പിലാക്കി എടുക്കുകയാണ്. ഇതിന് ശേഷം നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ എല്ലാ മാവും ഞാനത് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഓയിൽ സ്പ്രെഡ് ചെയ്തിട്ട് നമുക്കൊരു 10 മിനിറ്റ് അതൊന്ന് മാറ്റി വെക്കണം. നന്നായിട്ട് ആ ബോൾസിലെല്ലാം നന്നായിട്ട് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാൻ ഓയിലെല്ലാം സ്പ്രെഡ് ചെയ്ത് നമുക്കിനി ഇതൊരു 10 മിനിറ്റത്തേക്കൊന്ന് അടച്ചു വെക്കാം. ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ആ മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി ആ ബോൾസ് നമുക്കൊരു ചപ്പാത്തിയുടെ ഒരു പലക വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഒരു പൂരിയുടെ ആ ഒരു ഷേപ്പ് നമുക്ക് പരത്തിയെടുക്കാം. ഒരുപാട് തിക്കാകരുത്, എന്നാൽ ഒരുപാട് നൈസും ആകരുത്. നമ്മൾ പൂരിക്കൊക്കെ പരത്തുന്ന പോലെ തന്നെ പരത്തിയെടുക്കുക. ഈ ടൈമിൽ ഞാൻ ഒരു ചട്ടിയിൽ എണ്ണ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്കിത് പരത്തിയെടുത്തിട്ട് അതിനകത്തേക്ക് നമുക്കൊന്ന് ചുറ്റെടുത്ത് നോക്കാം. അപ്പം ഞാനത് പരത്തിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ചുട്ടു നോക്കാം. അപ്പോൾ ഞാൻ എണ്ണയിലേക്ക് ഞാൻ പരത്തിയെടുത്ത ആ പൂരി ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. ഞാനിവിടെ മീഡിയം ഫ്ലെയിമാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങളെപ്പോഴും അത് ശ്രദ്ധിക്കുക, മീഡിയം ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് ഉണ്ടാക്കാൻ. 2 സൈഡും തിരിച്ചിട്ട് നന്നായിട്ട് വേവിച്ച് കൊടുക്കുക. ഞാനിവിടെ ഒരുപാട് ഓയിൽ യൂസ് ചെയ്യുന്നില്ല. സാധാരണ നമ്മൾ പൂരിക്കെടുക്കുന്ന അത്രയും ഓയിൽ ഞാനിവിടെ യൂസ് ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ആ ഭൂരിയൊക്കെ നമുക്ക് കിട്ടുന്ന പോലെ തന്നെ, ആ ഭൂരിയൊക്കെ പൊങ്ങി വരുന്ന പോലെ തന്നെ നമുക്കിത് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മൾ ഒരുപാട് ഓയിലൊന്നും അതിനകത്ത് ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമ്മൾ 2 സൈഡും നന്നായിട്ടൊന്ന് ഭൂരിയൊക്കെ നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്ന പോലെ തന്നെ കുക്ക് ചെയ്തെടുത്താൽ മതി. അപ്പോൾ അതൊന്ന് കുക്കായി വരുന്നുണ്ട്, നിങ്ങൾക്ക് കാണാം. ഞാനിവിടെ പരത്തി വെച്ചിരുന്ന 2ാമത്തെ ഒരു പൂരിയുടെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. കണ്ടോ, വളരെ പെർഫെക്റ്റായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നിങ്ങൾക്കതിൽ ആ വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും നമ്മുടെ ഭൂരി നമുക്ക് കിട്ടുന്ന ആ ഒരു പെർഫെക്ഷനിൽ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. വളരെ സിമ്പിളാണ്, വളരെ ഈസിയാണ്. അപ്പോൾ ഞാനിവിടെ ചുട്ടെടുത്ത് വെച്ചിരുന്ന ഒരു 3 പൂരി ഞാൻ നിങ്ങളെ കാണിക്കുകയാണ്. നമുക്ക് വളരെ പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്, വളരെ ഈസിയാണ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായെന്നുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവരും ഈ ഡിഷ് ഒന്ന് ട്രൈ ചെയ്തിട്ട് തന്നെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കുക.
മറ്റൊരു വീഡിയോയുമായിട്ട് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വരുന്നതായിരിക്കും. താങ്ക് യു.